റോബർട്ട് കിയോസാക്കിയുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഒരിക്കൽ പറയുകയുണ്ടായി, ബിസിനസ് ആകുമ്പോൾ പൊട്ടും. റോബർട്ട് കിയോസാക്കി വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ സമയം ബിസിനസ്സിനൊരു സ്വഭാവമുണ്ട്. ശരിക്കും അതെന്താണെന്നറിയും? ബിസിനസ്സിൻ്റെ സ്വഭാവം തന്നെ പൊട്ടലും വീണ്ടും പൊട്ടലും വീണ്ടും പൊട്ടലുമാണ്. ശരിക്കും അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഒരു കുട്ടി എത്രയോ പ്രാവശ്യം വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നത് എന്നതുപോലെ ബിസിനസ്സിനൊരു സ്വഭാവമുള്ളത് പൊട്ടുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും റീകൂപ്പ് ചെയ്ത് വരിക എന്നുള്ളതിൻ്റെ കാര്യം പഠിച്ചെടുക്കുക ഓരോ പൊട്ടലിലും. അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ബിസിനസ്സുകൾ വേൾഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എല്ലാം. പക്ഷേ നിങ്ങൾ കാണുന്ന വിജയികളായ എല്ലാവരുടെയും കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാകും, അവർ പൊട്ടിപ്പാളീഷായവരാണ്. റോബർട്ട് കിയോസാക്കിയുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ പറഞ്ഞത്, നീ അത് മാനസികമായി എടുത്തു കളയരുത്. നീ മാനസികമായി എടുത്ത് അതിക്രമങ്ങളൊന്നും ചെയ്ത് കളയരുത്. കാരണം നിങ്ങൾക്ക് കടന്നുപോയ ബിസിനസ്സുകാർ എല്ലാവരെയും നിങ്ങൾക്കറിയാം. പലരും ബിസിനസ്സിൻ്റെ പകുതി വെച്ച് പൊട്ടിയെന്ന് പറഞ്ഞിട്ടിട്ട് പോയവരുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം വാങ്ങി വായിക്കണമെന്നൊരു റിക്വസ്റ്റ് വിനീതൻ്റെ.